ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പാർലമെന്റിൽ തുടക്കം. മഹാകുംഭമേളയിലെ അപകടം സംബന്ധിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. പാർലമെന്റിൽ വിശ്വാസമർപ്പിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക ഓരോ അംഗത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. എക്സിറ്റ് പോളിന് വിലക്കേർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാകുംഭമേളയിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മൂന്നാമത്തെ അമൃത സ്നാനത്തിനായി ബസന്ത് പഞ്ചമി ദിനത്തിൽ ഭക്തജന പ്രവാഹം. കേരളത്തിൽ 30 സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. 67ാമത് ഗ്രാമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ അമേരിക്കൻ ഗായിക ചന്ദ്രിക ടണ്ടന് മികച്ച ന്യൂ ഏജ് ആൽബം വിഭാഗത്തിൽ പുരസ്കാരം. വാർത്തകൾ വിശദമായി. മഹാകുംഭമേള വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. കുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും ആളുകൾ മരിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം രൂക്ഷമായത്. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി വിഷയം പരാമർശിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. രാജ്യസഭയിൽ കുംഭമേള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് ചെയർമാൻ ജഗ്ദീപ് ധൻകർ അനുമതി നിഷേധിച്ചു. തുടർന്ന് കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ശിവസേന, UBT വിഭാഗം, RJD തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാഷ്ട്രപതിയുടെ പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ഇരുസഭകളിലും തുടക്കം. ധനകാര്യ ബിൽ 2025, വഖഫ് ഭേദഗതി ബിൽ 2024, ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025, ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ, റെയിൽവേ ഭേദഗതി ബിൽ 2024 ഉൾപ്പെടെ 16 ബില്ലുകൾ പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കും. ജനുവരി 31 ആരംഭിച്ച പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഏപ്രിൽ 4 വരെ തുടരും. പാർലമെന്റിൽ വിശ്വാസമർപ്പിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഓരോ അംഗത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. അംഗങ്ങളുടെ പെരുമാറ്റം മാതൃകാപരമാകണമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. As the Council of States, the House of Elders, we must serve as both guardians of constitutional values and torchbearers of progressive thought. Let us emulate our founding fathers and seize the moment in history to leave our indelible footprints upon the sands of time. Our conduct must be exemplary, our deliberations wise and constructive, and our actions driven by the welfare of 1.4 billion citizens who place their faith in us. മഹാകുംഭമേളയിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ബുധനാഴ്ച തിക്കിലും തിരക്കിലും 30ഓളം പേർ മരിക്കുകയും 60ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുക. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിലെ മൂന്നാമത്തെ അമൃത സ്നാനത്തിനായി ബസന്ത് പഞ്ചമി ദിനത്തിൽ ഭക്തജന പ്രവാഹം. മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ ആചാരമാണ് അമൃത സ്നാനം. ജനുവരി 14 മകരസംക്രാന്തിയിലും ജനുവരി 29 മൌനി അമാവാസിയിലുമായിരുന്നു ആദ്യ 2 അമൃത് സ്നാനം നടന്നത്. ഇതുവരെ 35 കോടിയിലധികം പേർ പുണ്യസ്നാനം നടത്തിയെന്നാണ് കണക്കുകൾ. NVS-02 ഉപഗ്രഹത്തെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണ വിജയമായില്ല എന്ന് ISRO. ഉപഗ്രഹത്തിലെ ട്രസ്റ്ററുകൾ പ്രവർത്തിക്കാത്തതിനെ തുടർന്നാണിത്. ജനുവരി 29 വിക്ഷേപിച്ച NVS-02 ഉപഗ്രഹം ഇന്ത്യയുടെ ബഹിരാകാശ അധിഷ്ഠിത ഗതിനിർണ്ണയ സംവിധാനത്തിന് നിർണായകമാണ്. നിലവിൽ ഉപഗ്രഹം ഭൂമിയെ ചുറ്റുന്നത് ഗതിനിർണ്ണയ സംവിധാനത്തിന് അനുയോജ്യമല്ലാത്ത ഓർബിറ്റിലാണ്. എന്നാൽ നിലവിലുള്ള ഭ്രമണപഥത്തിൽ തന്നെ ഗതിനിർണ്ണയത്തിനായി ഉപഗ്രഹം ഉപയോഗിക്കുന്നതിനുള്ള മറ്റ് സാധ്യതകൾ പരിശോധിക്കുകയാണെന്ന് ISRO അറിയിച്ചു. കോൺഗ്രസ് നേതാവും MPയുമായ ശശി തരൂരിനെതിരെ ഡൽഹി ഹൈക്കോടതി സമൻസ് അയച്ചു. BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ നൽകിയ മാനനഷ്ട കേസിലാണ് ഉത്തരവ്. കേസ് ഏപ്രിൽ 28 വീണ്ടും പരിഗണിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണം വാഗ്ദാനം ചെയ്തെന്നായിരുന്നു ശശി തരൂരിന്റെ ആരോപണം. ഇതിനെതിരെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കോടതിയെ സമീപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ 30 സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ 117 സ്മാർട്ട് അങ്കണവാടികൾ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 70 അംഗ നിയമസഭയിലേക്ക് മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് രാഷ്ട്രീയ കക്ഷികൾ. സമ്മതിദായകരെ നേരിൽ കണ്ടും റോഡ് ഷോയിലും റാലിയിലും പങ്കെടുത്തും സ്ഥാനാർത്ഥികളോടൊപ്പം താരപ്രചാരകരും സജീവമാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഇന്ന് ബുരാരിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും പ്രചാരണത്തിനിറങ്ങും. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിവിധ മണ്ഡലങ്ങളിൽ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ആകെ 699 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉത്തർപ്രദേശ്, തമിഴ്നാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ എക്സിറ്റ് പോൾ വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ദിവസം രാവിലെ 7 മുതൽ വൈകിട്ട് 6:30 വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ, വാർത്താ ഏജൻസികൾ എന്നിവയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം കമ്മീഷൻ പുറപ്പെടുവിച്ചു. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് വരെ അഭിപ്രായ സർവേ ഫലം പ്രസിദ്ധീകരിക്കുന്നതിനും വിലക്ക് ബാധകമാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും ഓരോ നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റന്നാൾ വോട്ടെടുപ്പും ശനിയാഴ്ച വോട്ടെണ്ണലും നടക്കും. 67ാമത് ഗ്രാമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ അമേരിക്കൻ ഗായികയും സംരംഭകയുമായ ചന്ദ്രിക ടണ്ടന് മികച്ച ന്യൂ ഏജ് ആൽബം വിഭാഗത്തിൽ ഗ്രാമി അവാർഡ്. ത്രിവേണി എന്ന ആൽബത്തിനാണ് പുരസ്കാരം. ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന ആൽബത്തിന് സെബ്രീന കാർപെന്റർ തന്റെ ആദ്യ ഗ്രാമി പുരസ്കാരം നേടി. മികച്ച റോക്ക് പെർഫോമൻസിനുള്ള പുരസ്കാരം ദി ബീറ്റിൽസ് സ്വന്തമാക്കി. മികച്ച കൺട്രി ആൽബത്തിനുള്ള പുരസ്കാരം ബിയോൺസെയുടെ കൌബോയ് കാർട്ടറിന് ലഭിച്ചു. 11 നോമിനേഷനുകളാണ് ഇത്തവണ ബിയോൺസെ നേടിയത്. ഇതോടെ ഗ്രാമി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കലാകാരിയായി മാറി അവർ. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിന് തിരിച്ചടിയുമായി കാനഡയും മെക്സിക്കോയും. യുഎസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന $30 ബില്യൺ ചരക്കുകൾക്ക് 25% തീരുവ ചുമത്താൻ കാനഡ തീരുമാനിച്ചു. അധിക ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് മെക്സിക്കോയും പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് 1-ാം സ്ഥാനത്ത് തുടരുന്നു. കർണാടക 2-ാം സ്ഥാനത്തും മഹാരാഷ്ട്ര 3-ാം സ്ഥാനത്തുമാണ്. കേരളം പട്ടികയിൽ 10ാമതാണ്. വനിതകളുടെ വാട്ടർ പോളോ ഇനത്തിൽ കേരളം ഫൈനലിൽ കടന്നു. നീന്തലിൽ 4x100 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിലും കേരളം ഫൈനലിലെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 523 പോയിന്റ് ഇടിഞ്ഞ് 76,983-ലും. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 202 പോയിന്റ് നഷ്ടത്തിൽ 23,282-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 61,640 രൂപയും ഗ്രാമിന് 7,705 രൂപയുമാണ് ഇന്നത്തെ വില. ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. നിലവിലെ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിനെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ ഫുട്ബോൾ ക്ലബ് ഗോവയെ 3-1 പരാജയപ്പെടുത്തി. ഈ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഗോവയെ പിന്തള്ളി ജംഷഡ്പൂർ FC 2-ാം സ്ഥാനത്തെത്തി. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ന് ഒഡീഷയെ നേരിടും. ബ്രഹ്മപുരം മാലിന്യം പ്ലാന്റിലുണ്ടായ അപകടം സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കാനുള്ള അവസരമായി സർക്കാർ മാറ്റിയെന്ന് മന്ത്രി MB രാജേഷ്. ഇതിന് തുടർച്ചയായി മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള സമഗ്ര കർമ്മ പദ്ധതി സർക്കാർ രൂപീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പാർലമെന്റിൽ തുടക്കം. മഹാകുംഭമേളയിലെ അപകടം സംബന്ധിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. പാർലമെന്റിൽ വിശ്വാസമർപ്പിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക ഓരോ അംഗത്തിന്റെയും ഉത്തരവാദിത്തമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. എക്സിറ്റ് പോളിന് വിലക്കേർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാകുംഭമേളയിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. 3ാമത്തെ അമൃത സ്നാനത്തിനായി ബസന്ത് പഞ്ചമി ദിനത്തിൽ ഭക്തജന പ്രവാഹം. കേരളത്തിൽ 30 സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. 67ാമത് ഗ്രാമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ അമേരിക്കൻ ഗായിക ചന്ദ്രിക ടണ്ടന് മികച്ച ന്യൂ ഏജ് ആൽബം വിഭാഗത്തിൽ പുരസ്കാരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.